ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ മൂന്നാറിലേക്ക് പോവാണ്. ഒരു 1 ഡേ ട്രിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുടുക്കുമലയാണ്. അവിടുത്തെ സൺറൈസ് കാണണം എന്നാണ് പ്ലാൻ. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങോട്ടേക്കാണ്. അപ്പോൾ രാത്രി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. രാത്രി എനിക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗുളിക വന്നിട്ട് എന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് നേരം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. എല്ലാം കൂടെ ജലദോഷം നല്ലതുപോലെ ഉണ്ട്. പനി ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ പനി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കാരണം എനിക്ക് ഗുളിക വന്നിട്ട് എന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് എന്നെ മര്യാദയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ജീപ്പ് എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഞങ്ങൾ കുടുക്കുമല കയറുകയാണ്. ഞങ്ങൾ ജീപ്പിൽ കുറച്ച് ദൂരം കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ കയറണം. കുറച്ച് ചെറുതായിട്ട് കയറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ജീപ്പിൽ മെയിൻ അത്യാവശ്യം അതേപോലെ നമ്മൾ കൊണ്ടുപോകും. പിന്നെ ജീപ്പിലുള്ള ആ ഒരു റൈഡ്, എൻ്റെ അമ്മോ ഭയങ്കര വല്ലാത്തൊരു റൈഡാട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. കുലുക്കോ, റോഡാണെങ്കിൽ ഒരു മാതിരിയായിട്ടുള്ള റോഡ്, കുലുങ്ങി ഒരു അവസ്ഥയായിട്ടുണ്ട്, ഒരു വഴിക്കായിട്ടുണ്ട്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ചെറിയ ഇരുട്ടൊക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ വെളിച്ചം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണോ എന്തോ സൺറൈസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൂര്യനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. നല്ല മഞ്ഞായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പിൽ ആ മഞ്ഞ് നല്ലപോലെ അറിയുന്നുണ്ടായിരുന്നു. അപ്പം നല്ല മഞ്ഞായിരുന്നു. എനിക്കാണെങ്കിൽ തണുത്തിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കൈ എപ്പോഴും തണുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കൈ നല്ല ഫ്രീസായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് തണുപ്പ് കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ 6:30 ആകുമ്പോഴേക്കും വണ്ടി എടുത്തോട്ട് വരണമെന്നാണ് ജീപ്പിൽ ആംഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലണമായിരുന്നു ആ ഒരു സമയത്ത്. കുറേ നേരം ഈ സൂര്യനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഫോണൊക്കെ പൊക്കി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഒന്നും വന്നില്ല ഗൈസ്. ഞങ്ങൾ പിന്നെ ജീപ്പ് അടുത്തെത്തിയിട്ട് അവങ്ങളോട് ചോദിച്ചു എന്താണ്, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ വരാത്തത്, നേരത്തേക്ക് വരുന്നുണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ലെന്ന്, ഇന്ന് കൂടുതൽ മഞ്ഞായതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ എന്തോ അറിയാൻ മേല. പിന്നെ ഞങ്ങൾ ഫ്രൈഡേ രാത്രി 10:30 10 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാറ്റർഡേ മോർണിംഗ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. ലാസ്റ്റ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ അവിടെ എത്തി ജീപ്പിൻ്റെ അടുത്ത് തന്നെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാതെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. തണുത്തിട്ട് വയ്യായിരുന്നു. എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്ന് വരണ്ടായിരുന്നു എന്ന് പറയാൻ തോന്നിപ്പോയി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നെ അതങ്ങോട്ട് മാറി. പിന്നെ ഫുഡ് കഴിച്ചപ്പോഴേക്കും അതങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് മൂന്നാറിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ആൻറ്റിയുടെ കൂടെയാണ് വന്നിട്ടുണ്ടായത്. ആൻറ്റിയുടെ ഹസ്ബൻഡിന് ഇവിടെ വർക്കുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടും കൂടെ വന്നപ്പോഴേക്കും എന്നെ കൂടെ കൂട്ടി ഞാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാറൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സ്ഥലത്തേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ആ ഒരു റൈഡ് എൻ്റെ അപ്പോൾ വല്ലാത്ത റൈഡ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് ജീപ്പിൽ. ട്രക്കിംഗ് എന്താണെന്ന് ഇന്ന് ഞാൻ പഠിച്ചു. എൻ്റെ അപ്പോൾ ഇനി ഒരിക്കലും ആ ജീപ്പ് കയറണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റൊക്കെ നല്ല നിരപ്പായിട്ടുള്ള പോലത്തെ റോഡൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഭയങ്കര കുണ്ടും കുഴിയും എന്തൊക്കെയോ പോലെ വലിയ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വ്ളോഗ് എടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊരു ഡ്രോണൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവർ ബിഹൈൻഡ് ദ ക്യാമറ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. 2 ക്യാമറ എന്തോ ഒരാളുടെ ഉണ്ട്. എന്നിട്ട് അവർ 2 ആംഗിളിൽ നിന്നൊക്കെ എടുക്കുകയാണ്. ഒന്ന് അവരുടെ റിയാക്ഷനും ഒന്ന് ടൈം ലാപ്സിൽ ഈ ഒരു സൂര്യൻ വരുന്ന ആ ഒരു ക്ലിപ്പും. അവർ ട്രൈപോഡും എല്ലാം കൊണ്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ മാറിയതിന് ശേഷമാണ് ഈ ഒരു മലയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പേ ഫുള്ള് ഇങ്ങനെ മൂടിക്കെട്ടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ ഒരു സംഭവമൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് പതുക്കെ താഴോട്ടിറങ്ങാൻ വിചാരിച്ചു. കാരണം ഒരു 6:30 കറക്റ്റ് 6:30 ആയപ്പോഴാണ് ഞങ്ങൾ മല ഇറങ്ങിയത്. മലയിൽ നിന്നായിട്ട് ജീപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ എങ്ങാനും സൂര്യനെ കണ്ടാലോ എന്നുള്ള ഇതിൽ ഈ നമ്മുടെ ആകാശമില്ലേ, ഈ മേഘങ്ങളൊക്കെ നമ്മുടെ താഴെ ആകും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിക്ക വീഡിയോസിലൊക്കെ. അതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു അടിപൊളി ഒരു രസമുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കണ്ടിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കിളി പാറിയിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒന്നാതെ വയ്യ. എൻ്റെ ഒപ്പം ഇതും കൂടെ ആയപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ മൂന്നാറിൻ്റെ വീഡിയോ അത്യാവശ്യം ലെങ്ത്തിലെടുക്കണം, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ ഫോണിന്
അത്യാവശ്യം മോശം സ്ഥിതിയിലായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചാർജ് പോകുന്നുണ്ടായിരുന്നു. അത് ചാർജ് പോയി സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ചാർജർ ഒന്നും കൊണ്ടുവരാണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തണുക്കുന്നൊരു ടൈപ്പാണ്. എപ്പോഴും തണുത്താണ് എൻ്റെ കൈ ഇരിക്കുന്നത്. ഇതായപ്പോഴേക്കും അടിപൊളിയായി. ഞാനാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് ഉടനെ വന്നിട്ട് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെയും പോകാനൊന്നുമില്ലല്ലോ, അപ്പോൾ റെഡ് എടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അത് മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഡ്രസ്സോട് ഒരു മാച്ച് ഇല്ലാത്തൊരു നെയിൽ പോളിഷാണ് ഞാൻ ഇട്ടേക്കുന്നത് കണ്ടത്. നല്ല അലമ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ നിന്നില്ല. വൃത്തിക്കിരിപ്പുണ്ടായിരുന്നു നഖം, അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. അപ്പോൾ ഇതാണ് ആ റോഡ്. എൻ്റെ അമ്മോ, ഇവിടെ എങ്ങനെയാണ് ഇവർ ഈ വണ്ടി ഓടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ഒത്തിരി പാടുപെട്ടു. ഫോണെ കിടന്ന് കുലുങ്ങുമായിരുന്നു. പിന്നെ ഈ ഒരു കുലുക്കത്തിലും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ താഴത്തേക്ക് എത്തുന്നവരെ ഞാൻ ആദ്യം കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഞാനങ്ങോട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. പിന്നെ ഇവർ കുറച്ച് ദൂരം പോയതിന് ശേഷം ഒരു സ്ഥലത്ത് വെച്ച് വണ്ടിയെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ജീപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയൊക്കെ ഇവരെ കാണിക്കാനായിട്ട് ഇറക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഈ ഒരു ടീ ഗാർഡൻസ്, ഈ തേയിലത്തോട്ടമൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. ആ രീതിയിൽ അവർ അവിടെ നിർത്തിയിട്ട് ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മടുത്തു പോയി. ആ ഒരു ഇതിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ തന്നെ നിരപ്പായ റോഡായി. അതായപ്പോഴേക്കും ഒരു സമാധാനമായി. അതായപ്പോഴേക്കും ഞാൻ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം എന്ന ഒരു പ്ലാനായിരുന്നു. ഫസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറി. അവിടെ തന്നെ ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ റൂം ക്ലീൻ ചെയ്ത സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രെഡ് ഓംലേറ്റ്, മാഗി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു മാഗി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ചായ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല. കാരണം ഓൾറെഡി ഞാൻ ചായ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും വേണ്ട. അപ്പോൾ മാഗി പതിവില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ തണുപ്പ് കൂടി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേക്കും ഈ മാഗി കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ആ ഒരു ഹോം സ്റ്റേ അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഹോം സ്റ്റേയിലേക്ക് കയറുന്ന സമയത്താണ് അവിടുത്തെ അതിൻ്റെ മുകളിൽ തന്നെ കുറേ കുരങ്ങുകൾ, ഒരു 5-6 എണ്ണം ഉണ്ടാവും. പെട്ടെന്ന് ഞങ്ങൾ കണ്ടത് ഓടി, ഭയങ്കര ഓടി അതിൻ്റെ മേലിൽ കൂടെ ഓടി മാറുന്നുണ്ടായിരുന്നു. പിന്നെ ഹോം സ്റ്റേയുടെ അടുത്തെത്തി. നല്ല അടിപൊളി ഒരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ. സൺറൈസ് ഹോം സ്റ്റേ എന്നാണ് എൻ്റെ പേര്. നല്ല രസമാണ്, നല്ല പീസ്ഫുള്ളായിരുന്നു. അവിടെ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മിററുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തമ്മിൽ കാണുന്ന ഫോട്ടോ ഞാൻ ഇവിടുന്ന് എടുത്തത്. അപ്പോൾ അവിടെ കുറച്ച് നേരം കിടന്നതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ഞങ്ങൾ ഒരു 3 മണിക്കൂറോളം അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്കിളിന് വർക്ക് ചെയ്യേണ്ട ആ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോകണമായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് സമാധാനമായിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിന് ശേഷം അങ്കിളിന് വർക്ക് ചെയ്യേണ്ട ആ സ്ഥലത്തേക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഒരു ഹോട്ടലിലായിരുന്നു. സ്റ്റേർലിംഗ് മൂന്നാർ എന്ന് പറയുന്നൊരു ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാനും ആൻറ്റിയും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്കിൾ ബീഫ് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ അത്ര ഫുഡ് ശരിയാവുമെന്നൊക്കെ. പക്ഷേ ഇവിടെ വന്ന് കഴിച്ച എല്ലാ ഫുഡും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാകെ എൻ്റെ പനിയുടെ ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മൂന്നാർ അവിടെ ഈ ഒരു സ്റ്റേർലിംഗ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അടിപൊളി, ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. എൻ്റെ ആകെ ഒരു പ്രശ്നം ഞാൻ നെയിൽ പോളിഷ് മാത്രമാണ്. അത് ശ്രദ്ധിക്കാണ്ടിട്ടൊരു സംഭവമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. അവിടുന്ന് അധികം നേരം നിന്നൊന്നുമില്ല. അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാത്രമാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.